പിന്നെ ഇലാ സഅൽത ഫസ്അലില്ലാ വയസ്തഅൻത ഫസ്തഇൻ ബില്ലാ. ഇലാ സഅൽത നീ ചോദിക്കുന്നുവെങ്കിൽ ഫസ്അലില്ലാ നീ അല്ലാഹുവിനോട് ചോദിക്കുക. വയസ്തഅൻത നീ സഹായം തേടുന്നുവെങ്കിൽ ഫസ്തഇൻ ബില്ലാ നീ അല്ലാഹുവിനോട് സഹായം തേടുക. ഇബ്നു അബ്ബാസ് നബി തങ്ങൾ കൊടുത്ത പ്രത്യേകമായ വചനങ്ങൾ, ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത നയമാണ്. ഒന്ന്, അള്ളാഹനെ സൂക്ഷിക്കുക എങ്കിൽ റബ്ബിൻ്റെ സംരക്ഷണം എനിക്ക് ലഭിക്കും. അള്ളാഹനെ സൂക്ഷിക്കുക എങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ ഉള്ളതായി എനിക്ക് കണ്ടെത്താൻ കഴിയും. മൂന്നാമത്തെ ഭാഗം, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ചോദ്യം എപ്പോഴും സൃഷ്ടാവിനോടാണ്. സൃഷ്ടിയോട് ചോദിക്കുക എന്നത് പൊതുവെ പ്രശംസിക്കപ്പെട്ട കാര്യമല്ല, എന്ത് കാര്യമാണെങ്കിലും. പറഞ്ഞുതരാം. അടിസ്ഥാനപരമായി ഒരു സൃഷ്ടിയോടും ഒരു കാര്യവും ചോദിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും അഫ്ളലായത്. സൃഷ്ടിയെ ആശ്രയിക്കാതിരിക്കുക, സൃഷ്ടിയെ അവലംബിക്കാതിരിക്കുക, സൃഷ്ടിയേക്ക് മനസ്സ് തിരിയാതിരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ തെറ്റാണോ വെച്ചാലോ? തെറ്റല്ല. സൃഷ്ടിയോട് ചോദിക്കൽ തെറ്റല്ല, ആക്ഷേപകരമാണ്, പ്രശംസിക്കപ്പെട്ട കാര്യമല്ല. എന്തിനും ഏതിനും ഒരാളങ്ങനെ ചോദിക്കാം, അതത്ര പ്രശംസിക്കപ്പെട്ട കാര്യമില്ല. അതുകൊണ്ടാണ് യാചന പോലും പാടില്ല എന്ന് പറഞ്ഞത്. യാചന നിരുത്സാഹപ്പെടുത്തിയല്ലോ. യാചിക്കുന്ന ആൾക്ക് നാളെ പരലോകത്ത് വരുമ്പോൾ മുഖത്ത് മാംസമില്ലാതെ വരും എന്ന് വരെ പഠിപ്പിക്കപ്പെട്ടു. യാചന ആരംഭിച്ചാൽ അന്നത്തോടുകൂടി ദാരിദ്ര്യം ആരംഭിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. യാചന കവാടം ഒരു അടിമ എന്ന് തുറക്കുന്നുവോ അന്ന് ദാരിദ്ര്യ കവാടം റബ്ബവന് തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. യാചിക്കാൻ തുടങ്ങിയാൽ അവിടെ മുതൽ ദാരിദ്ര്യം ആരംഭിക്കും. യാചിച്ചിട്ട് വലിയ സംഖ്യ സമ്പാദിക്കുന്ന മനുഷ്യന്മാരുണ്ട്, പക്ഷെ അവർ ദാരിദ്ര്യം നീങ്ങൂല. ചിലപ്പോൾ പേപ്പറൊക്കെ ന്യൂസ് വരും, ഏതോ ഒരു യാചകൻ ലക്ഷങ്ങൾ കോടികളൊക്കെ അവൻ്റെ സമ്പാദ്യം കിട്ടിയാനിട്ട് ഓനെ എന്നും ആയി അടുങ്ങാളേക്കാളേക്കും ജീവിക്കുക. അവന് നല്ല തുണിപ്പായിടാൻ വയ്ക്കൂല, നല്ല വസ്ത്രം ധരിക്കൂല, നല്ല വീടുണ്ടാവില്ല. അവൻ എന്നും ആ ഒരു ഫക്കീറായി തന്നെ കഴിഞ്ഞു പോകും. ദാരിദ്ര്യ കവാടം അള്ളാഹു തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് നബി തങ്ങൾ ഉറപ്പിച്ചവനാണ്. അപ്പോൾ ഒരാളെ ആശ്രയിക്കുക, ഒരാൾ ചോദിക്കുക എന്നുള്ളത് പ്രശംസിക്കപ്പെട്ട കാര്യമല്ല. ഈ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോൾ നബി പറഞ്ഞത് ഇല്ല അന്ന സുആദൽ മഖ്ലൂഖി മദ്മൂമൻ. മഖ്ലൂഖിനോട് ചോദിക്കുക, സൃഷ്ടിയോട് ചോദിക്കുക എന്നത് മദ്മൂമുൻ, ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. പരസ്പരം ചോദിച്ചുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ആ ചോദ്യം പരമാവധി കുറയ്ക്കലാണ് നല്ലത്. എന്തിനും ഏതിനും മറ്റുള്ള ആശ്രയിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല. സ്വയം പര്യാപ്തത, ഒരാളെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക, ഒന്നിനും ഒരു സഹായം ഒരാളും തേടാതിരിക്കുക, ഒരാളുടെ സഹായം പറ്റാതിരിക്കുക, അത് ഒരു വല്ലാത്തൊരു മാന്യത തന്നെയാണ്. ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയും. അവനുള്ളതിൽ തൃപ്തിപ്പെടുക. അലിബേത്ത് പറയുന്നുണ്ട്, എന്ത് കാല വിപത്തുകൾ ബുദ്ധിമുട്ടുകൾക്ക് വന്നാലും ശരി, ജനങ്ങളെ മുമ്പിൽ നീ മാന്യതയല്ലാതെ കാണിക്കരുത്. ഈ പായേരം പറയാം, നമ്മളെ ഭാഷ പറയാം, പായേരം പറയാന്ന് എപ്പോഴും ഇങ്ങനെ എടുങ്ങാറ് പറയാം, ഓനെ ബുദ്ധിമുട്ട് പറയാം, അതല്ല. ഇല്ലാ തജമ്മുല, എപ്പോഴും ജമാലാണ് കാണിക്കേണ്ടത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് അപ്പം നല്ല ഉഷാറാണ്, നല്ല റാഹത്താണ്, ആശ്വാസമാണ്, ഇതാണ് പറയേണ്ടത്. അല്ലാതെ ചില മനുഷ്യന്മാർ എപ്പോൾ കണ്ടാലും ഈ അടുങ്ങാറേ പറയുള്ളൂ. എന്താണ്, ആകെ ബുദ്ധിമുട്ടാണ്, കച്ചവടമാകെ പ്രശ്നം, മറ്റൊരു പ്രശ്നം, ആകെ ബുദ്ധിമുട്ട്, ഈ ഇടങ്ങാറ് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അത് നല്ല ശീലമല്ല. അതേപോലെ ഇന്നത്തെ ഉപജീവന മാർഗം ഇതിനെക്കുറിച്ച് അല്പം പ്രയാസകരമാണെങ്കിൽ ഫസ്ബിർ ഇലാ ഗദി, നാളേക്ക് നീ ക്ഷമിച്ചോ. അസാനക ബാതുദ്ദഹരി അൻക തസൂലു, ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നീങ്ങി കിട്ടിയേക്കാം. അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ഫിന്നസ്വാഇഹി, അദ്ദേഹം നൽകിയ നസീഹത്തുകൾ. അലി ഇബ്നു അബീ ത്വാലിബ് വലിയ കവിയായിരുന്നു, വലിയ സാഹിത്യകാരനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു. 4 ഖലീഫമാരും നന്നായി എഴുതാൻ കഴിയുന്ന ആളുകളായിരുന്നു. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ കവിതയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിന്നസ്വാഇഹ്, ഉപദേശങ്ങൾ. അത് അദ്ദേഹം പറഞ്ഞ വരികളാണ് ഈ വരികളൊക്കെ.